എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എങ്ങനെ ഹിന്ദി പറയാം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എങ്ങനെ പറയണം? മുझे समझ में नहीं आ रहा है. मुझे समझ में नहीं आ रहा है. അങ്ങനെ പറഞ്ഞാൽ മതി. मुझे समझ में नहीं आ रहा है. मुझे मैं नहीं समझता हूँ എന്നൊക്കെ പറയാം. പക്ഷെ സാധാരണക്കാരുടെ സംസാരത്തിൽ എങ്ങനെയുണ്ടാ? मुझे कुछ समझ में नहीं आ रहा है. कोई चीज समझ में नहीं आ रहा है. ഒരു സംഗതിയും മനസ്സിലാകുന്നില്ല. ഓക്കെ, സമജ്മേ എന്ന് പറയും. സമജ് എന്ന് പറഞ്ഞാൽ ഒന്നും കയറുന്നില്ല, അതാ പറഞ്ഞേ, ഒന്നും തലയിൽ കയറുന്നില്ല, അറിയില്ലേ? ആ രീതിയാണിത്. അമ്മേ സമസ്താഹും എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. മേ സമസ്തീഹും ലേഡീസ് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സമജ് ഗയ എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്നാ. സമജ് ഗയി മനസ്സിലായി. ഓക്കെ, ഇവിടെ അപ്പം മേ സമജ് ഗയാഹും എനിക്ക് മനസ്സിലാകുന്നുണ്ട്, മനസ്സിലായിട്ടുണ്ട് എന്നാ. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മേ സമസ്താഹും എന്നതിനേക്കാളും മേ സമജ് ഗയാഹും, മേ സമജ് ഗയ, സമജ് മേ ആ രഹാ ഹും, അങ്ങനെ സമജ് മേ ആ രഹാ ഹും. മുझे कुछ समझ में नहीं आती, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം സമജ് മേ മനസ്സിൽ കയറുന്നില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, ആ സ്റ്റൈലാണത്. സമജ് മേ ആ ഗയ, സമജ് മേ ആത്തെ ഹേ, देखो ना मैं क्या करूँ, कोई चीज़ समझ में नहीं आ रही, അങ്ങനെ പറയാൻ നല്ലത്. എന്താ ചെയ്യുക? ഒന്നും മനസ്സിലാകുന്നില്ല. എന്താ ചെയ്യുക? ഒന്നും മനസ്സിലാകുന്നില്ല. क्या करूँ मैं, कुछ समझ में नहीं आ रहे. क्या करूँ, എന്താ ചെയ്യുക? कुछ चीज़ അല്ലെങ്കിൽ कोई चीज़ समझ में नहीं आ रहे. സമജ് മേ നെഹി ആരേ, മനസ്സിലാകുന്നേ ഇല്ല. അപ്പം സമജ് മേ ആരേ, മനസ്സിലാകുന്നുണ്ടോ? ആപ് സമസ്തേ ഹേ എന്ന് ചോദിക്കാം. ആപ് സമസ്തേ ഹോ, തും സമസ്തേ ഹോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയും ചോദിക്കാം. സമജ് മേ ആരേ, സമജ് മേ ആരേ. देखो मैंने अभी 1 घंटा तुम्हारा चीज, हम तुम्हारा स्पीक, तुम्हारा बातें सुना है, फिर भी कुछ समझ में नहीं आ रहे. 1 घंटा तुम्हारा बातें मैंने सुनी, ഒരു മണിക്കൂർ നിങ്ങളുടെ വർത്താനം ഞാൻ കേട്ടു. ബട്ട് ലേക്കിൻ കുച്ച് സമജ് മേ നെഹി ആ രഹി, ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. അപ്പം സമജ് മേ ആ രേ, സമജ് മേ നെഹി ആ രേ. ഇങ്ങനെ ഹിന്ദിക്കാരുടെ ശൈലിയാണോ നിങ്ങൾക്ക് പ്രശ്നം? ഹിന്ദി യൂണിയൻ അക്കാഡമിയിൽ ജോയിൻ ചെയ്യൂ. ധന്യവാദ്, ബഹുത് ശുക്രിയ.